ഇന്നത്തെ വ്ലോഗിൽ കുറച്ച് ഔട്ട്ഡോർ ക്ലീനിങ്ങും ഇൻഡോർ ക്ലീനിങ്ങും ഒക്കെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ, അതായത് ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ഞാൻ പുറത്ത് മുറ്റമൊക്കെ ഒന്ന് സ്റ്റോൺസ് ഒക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് കനാലിൽ വെള്ളം വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങി കാലൊക്കെ കഴുകി പിന്നെ നേരെ വന്ന് മുറ്റടിക്കുകയാണേ. അപ്പോൾ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇവിടെ മാവ് നിൽക്കുന്നത് കൊണ്ട് ഈ ഏരിയയിൽ കുറച്ച് കരിയിലുണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് കനാലിൻ്റെ സൈഡിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് കരിയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേനലായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ദേ ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ആ മാവിലെ ഉള്ള കരിയില മാത്രമേ ഉള്ളൂ അടിക്കാനായിട്ട്. പക്ഷേ ആ മാവ് ഭയങ്കര ഒരു തണലാണ് കേട്ടോ. ഇപ്പം നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങക്കാലമൊക്കെ ആണല്ലോ. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റും തുടങ്ങിയുള്ള കരിയില വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒഴുകി വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും കേട്ടോ. അപ്പോൾ അത് കടിച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കനാലിൽ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടേക്കാണ് കേട്ടോ. അപ്പം നല്ല അഴുക്കുള്ള വെള്ളമായിരുന്നു. പിന്നെ കുറേ കരിയിലയും വാഴയും അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളും പുല്ലൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം വെള്ളം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ശുദ്ധമായി വന്നതാണ് കേട്ടോ. ഇന്ന് കുറച്ച് വെള്ളമാണ് കേട്ടോ വന്നേക്കണത്. വീക്കിലി ഒരു 4 ദിവസമൊക്കെയാണ് ഇവിടെ വെള്ളം കനാലിലൂടെ പാസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ 2 ദിവസം നല്ല മെത്തി വെള്ളം വരും കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ച് വെള്ളമാണ് വന്നേക്കണുള്ളൂ. പിന്നെ എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ കനാലിൻ്റെ വീഡിയോസൊക്കെ, അതായത് ഷോർട്സിൽ ആ ക്ലിപ്സൊക്കെ ഇടുമ്പോൾ നിറച്ച് മെത്തി വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ കനാലിൽ കാണിച്ചപ്പോൾ കനാലിൽ വെള്ളം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞാൻ പറയാം കേട്ടോ, ഇത് വീക്കിലി ഒരു 4 ദിവസമൊക്കെയാണ് ഇതിലൂടെ വെള്ളം പാസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ 4 ദിവസത്തിനുള്ളിൽ ഞാൻ ഷോർട്സ് എടുക്കുമ്പോഴാണ് അതിൽ കനാലിൽ നല്ല മെത്തി വെള്ളം നിങ്ങൾ കാണണേ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ബിസിയുള്ള ദിവസമാണ് കേട്ടോ. കുറച്ച് ക്ലീനിങ് കൂടുതലുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഒരു 3 മാസമൊക്കെ എത്തുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഫ്രണ്ടിലെ സ്റ്റോൺസൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രഷർ പമ്പ് ഉണ്ട്, പക്ഷെ കുറച്ച് നാളായിട്ട് അത് വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം അത് കേടായപ്പോൾ നന്നാക്കിയതാണ്. പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ പിന്നെ അത് തൊടാറില്ല കേട്ടോ. അത് ദേ ആ സൈഡിൽ കാർപോറേഷൻ്റെ സൈഡിൽ മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഞാൻ ദേ ഇപ്പോൾ ഈ ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കലാണ് കേട്ടോ. കാർപോറേഷൻ എപ്പോഴും ക്ലീൻ ആക്കി എടുക്കുന്നത് അതൊരു മോപ്പ് വെച്ച് ക്ലീൻ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്റ്റോൺസ് ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നത് ഈ കുമ്മായം ഇട്ടിട്ടാണ് കേട്ടോ. അതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയേക്കുന്നത്. കുമ്മായം ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൽ വിടവുണ്ട് കേട്ടോ. ഞാൻ പുല്ലൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ വിടവിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പൊടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പായൽ പോലെ വരും കേട്ടോ, അഴുക്ക് മെത്തി വരും. അപ്പോൾ എനിക്ക് ഈ കുമ്മായം ഇട്ടിട്ട് ക്ലീൻ ആക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരാറുണ്ട് കേട്ടോ. ഇതുപോലത്തെ സ്റ്റോൺസ് ഒക്കെ ഇടുന്നവർ കുറച്ച് കാലം കഴിയുമ്പോൾ പോളിഷ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഇട്ട പാടെ ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ, പോളിഷ് ചെയ്ത പണിയൊന്നുമില്ല. അത് ഇട്ട സമയത്തേ പോളിഷ് അവർ ചെയ്ത് തന്നിട്ടില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അന്നും ഇതുപോലെയൊക്കെ തന്നെ അവരിട്ടതിന് ശേഷം അവരൊന്ന് ഒരു പ്രഷർ പമ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകി തന്നു, വാഷ് ചെയ്ത് തന്നു, അത്രേ ചെയ്തോളൂ. പിന്നെ ഞാൻ അതിങ്ങനെ പ്രഷർ പമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ 2-3 മാസം കൂടുമ്പോൾ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കഴുകി അങ്ങനെ പോരാ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കാനൊന്നും നിൽക്കാറില്ല. കാറ് കയറി വരുന്ന പോർഷൻ ഉണ്ടല്ലോ ഫ്രണ്ടിലെ പോർച്ചിൻ്റെ ഏരിയ തുടങ്ങി, അതായത് ഗേറ്റിൻ്റെ ഏരിയ തുടങ്ങിയിട്ടായിട്ട് ഞാൻ കഴുകിയെടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതങ്ങനെ പെർമനൻ്റ് ആയിട്ട് അങ്ങനെ കിടക്കും. പിന്നെ അത് കഴുകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നമുക്കത് കുറച്ച് ടാസ്ക്കാണ്. പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ സിറ്റ് ഔട്ടും കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഞാൻ അങ്ങനെ വെള്ളമൊഴിച്ച് കഴുകൽ കുറവാണ്. പക്ഷെ ഞാൻ ഫ്രണ്ടിലെ മുറ്റവും അതുപോലെ തന്നെ കാർ പോർച്ചും കഴുകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഡയറക്റ്റ് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. പ്ലാന്റ്സ് എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുഷ്യനയിലാണെങ്കിൽ എപ്പോഴും, അതായത് രാത്രിയൊക്കെ ഈ പൂച്ചകൾ വന്ന് കിടക്കും. അപ്പോൾ നേരം വെളുക്കുമ്പോൾ അതിലിങ്ങനെ രോമകുണ്ടങ്ങളൊക്കെ കിടക്കണതാണ് കേട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഈ പൂച്ചകളെ കൊണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റാണെങ്കിലും നന്നായിട്ട് സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. മറ്റുകൾ ഈ നഖമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാന്തുണ്ട് കേട്ടോ. മാന്തി മാന്തി ഇത് മാറ്റൊക്കെ ഇങ്ങനെ കീറുണ്ട്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാണ് ഇപ്പോൾ. അപ്പോൾ മുറ്റത്ത് ഞാൻ ബ്രഷ് ഇട്ട്, അതായത് കുമ്മായം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഈ മാറ്റൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മാറ്റി കഴുകാൻ ഈ ഒരു മെത്തേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇതാ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുറ്റത്തിട്ട് കഴുകുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിയിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫൈനലി ഈ മുറ്റം മൊത്തത്തിലൊന്ന് കഴുകാമെന്ന് വിചാരിച്ചേ. പൂച്ച ഭയങ്കര ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുഷ്യൻ ഇവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ മറിച്ച് വച്ചാലും ഇവിടെ ടൂ വീലർ ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ സീറ്റിൽ ഇങ്ങനെ കയറിയിരിക്കും. അതിൻ്റെ സീറ്റ് ഇതുപോലെ മാന്തി മാന്തി പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് ഈ പൂച്ചകളെ കൊണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് തുടങ്ങി ഇങ്ങനെ കുഷ്യൻ ഉണ്ടല്ലോ, കുഷ്യൻ മറിച്ചിടാൻ തുടങ്ങി കേട്ടോ.
മറിച്ചിടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അടിയിലൂടെ വന്നിട്ട് ഇങ്ങനെ മാന്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് കീറൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ തുണിയുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുഷ്യ മൊത്തത്തിൽ ഇതിൽ നിന്ന് മാറ്റി അകത്തേക്ക് എടുത്ത് വെക്കണം. അത് കുറച്ച് ആം, ബുദ്ധിമുട്ടായി മാറും. കാരണം 1-2 ദിവസത്തേക്കല്ലല്ലോ, കുറേ ദിവസം ഇങ്ങനെ മാറ്റി വെക്കണ്ട. അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചെടുത്ത് വെക്കും. പിന്നെ രാത്രിയാകുമ്പോൾ മറന്നു പോകും ട്ടോ. അങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ മറന്നുപോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ലിവിങ് സ്പേസിലേക്കാണ്. അപ്പോൾ ലിവിങ് സ്പേസിൻ്റെ ഫ്രണ്ടിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ട്രൈപോഡിൽ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പേസിൽ വച്ചേക്കാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കാൻ പറ്റില്ല. ഒന്നാമത് എൻ്റെ കൈയും മേലൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളിപ്പോൾ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോട്ട്സിലൊക്കെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രാനൈറ്റ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ അടിയിലൂടെ, അതായത് ചട്ടിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ മണ്ണ് ഊർന്നിറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഞാനിപ്പോൾ ക്ലീൻ ആക്കിയത്. ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഗേറ്റിലേക്ക് കുറേ ഡിസ്റ്റൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അഴുക്കൊക്കെ ഉണ്ടാവും. ഓടിച്ചാടി ഇപ്പോൾ വണ്ടികളൊക്കെ വരികയാണെങ്കിലും നന്നായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ അടിച്ച് കയറും കേട്ടോ. പിന്നെ മഴക്കാലം ആകുമ്പോഴാണ് ഗേറ്റിൻ്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് പൂപ്പലും പായലൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോൺസ് കഴുകിയപ്പോൾ എല്ലായിടവും ഒരുമിച്ച് അങ്ങോട്ട് കഴുകണമല്ലോ എന്ന് കരുതിയിട്ട് അവിടേക്ക് ഒന്ന് കഴുകിയെടുത്തതാണേ. പിന്നെ ഫൈനലി ഞാൻ എല്ലായിടവും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഗേറ്റിൻ്റെ, അതായത് ചെറിയ ഗേറ്റിൻ്റെ പോർഷൻ അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴേക്കാണ് കഴുകി വരുന്നത് കേട്ടോ. അപ്പോൾ മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കിച്ചൺ എനിക്ക് എപ്പോഴും നീറ്റാക്കി വെക്കണം കേട്ടോ. എനിക്ക് നീറ്റാക്കി കഴിഞ്ഞാലാണ് എനിക്ക് കിച്ചണിലിരുന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും കിച്ചണിൽ എപ്പോഴും കുക്കിംഗ് ആണോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. എൻ്റെ കുക്കിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നത്, എനിക്ക് വേറൊരു സെപ്പറേറ്റ് ഒരു ചെറിയ കിച്ചൺ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ഇരുന്നാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ മെയിൻ ഈ കിച്ചണിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള സ്പേസ്, അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, അതായത് ഉറങ്ങുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഈ കിച്ചണിൽ ഇപ്പം ഞാൻ നിൽക്കുന്നില്ലേ അവിടെ തന്നെയാണ് കേട്ടോ. അവിടെ സൈഡിൽ ഇങ്ങനെ വിൻഡോ കൊടുത്തിട്ടുണ്ട്, സൈഡിലും കൊടുത്തിട്ടുണ്ട്, തൊട്ട് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ വർക്കുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കിച്ചൺ റീഓർഗനൈസ് ചെയ്യുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് പ്ലാന്റ്സ് റീസെറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെക്കൽ, അതായത് ഓരോ ആക്സസറീസും ഇങ്ങനെ വെക്കൽ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പൂച്ചയൊക്കെ തന്നെയാണ് കേട്ടോ. പൂച്ചയെന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്റർനാഷണൽ ലെവൽ പ്രശ്നമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ വിൻഡോയൊന്നും ഇപ്പോൾ തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൂച്ചകൾ ഇങ്ങനെ കയറും കേട്ടോ. പൂച്ചയ്ക്ക് കയറുമ്പോൾ അറിയാൻ പറ്റില്ലല്ലോ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന്. അവറ്റകൾ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ ചാടി കയറും. പിന്നെ എൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഇപ്പറേറ്റ് മറിയും കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോട്ടയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു 3-4 തവണ തട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ കിടന്ന് ആടാൻ തുടങ്ങും. വേര് പിടിക്കൂലല്ലോ. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ പ്ലാന്റ്സ്, അതായത് ഈ മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ പ്ലാന്റ് ആയിട്ട് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കുറേ കൂടുതൽ ഇങ്ങനെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പൂച്ച തട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് ഇങ്ങനെ വേര് പിടിക്കാണ്ട് വരുമ്പോൾ പിന്നെ ഞാനത് എക്സ്ചേഞ്ച് ചെയ്യൽ പതിവാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് റീസെറ്റ് ചെയ്ത് വെക്കുകയാണ്. വീടിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മണി പ്ലാന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പോയി വെക്കുമായിരുന്നു. അന്നൊക്കെ എൻ്റെ കയ്യിൽ അന്നൊന്നും ഒറ്റ പ്ലാന്റ്സ് ഉണ്ടാകാത്ത സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്, അതായത് ആ കൊറോണയുടെ ഒക്കെ സമയത്ത് ഞാൻ കൂടുതലും നഴ്സറികളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ മേടിക്കുമായിരുന്നു. അപ്പം അന്ന് ഞാനതൊക്കെ മേടിച്ച് കുറച്ച് കാലമൊക്കെ എൻ്റെ കയ്യിൽ ചില പ്ലാന്റ്സ് ഒക്കെ ഇരുന്നോളൂ. പിന്നെ അതൊക്കെ ഇങ്ങനെ നശിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്രയൊക്കെ കെയർ ചെയ്ത് നോക്കിയാലും ചില പ്ലാന്റ്സ് ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കാനുള്ള പ്ലാന്റ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലാന്റ്സുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൂടുതലും എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയത്. പിന്നെ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന മറ്റൊരു പ്ലാന്റ് ആണ് കാക്ടസ് പ്ലാന്റ് എന്ന് പറയും കേട്ടോ. ഇത് നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് വീടിൻ്റെ അകത്ത് വെക്കാറുണ്ട്. അപ്പോൾ വച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയി വരും കേട്ടോ. അപ്പോൾ ഈ മെയിനായിട്ടുള്ള പ്രശ്നം ഈ പൂച്ച തന്നെയാണ്. പൂച്ചയുടെ വാല്, കാല് അതൊക്കെ കൊള്ളുമ്പോൾ ഇങ്ങനെ കിടന്ന് അനങ്ങൂലോ. അങ്ങനെ പോകുന്നതാട്ടോ എൻ്റെ പ്ലാന്റ്സ്. അപ്പോൾ ഞാൻ ഇത് പുറത്ത് ഞാൻ ഔട്ട്ഡോർ ആയിട്ട് വെച്ചതുകൊണ്ട് എനിക്ക് നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കാക്ടസിനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാക്ടസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭൂഗോളത്തിൻ്റെ വലിപ്പത്തിൽ, അതായത് ഉരുണ്ട ഷേപ്പിലൊക്കെ ഉള്ള കാക്ടസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് ധൈര്യമായിട്ട് വയ്ക്കുകയും ചെയ്യാം. അതുപോലെ കുറച്ച് സൺലൈറ്റ് മതി, അതുപോലെ തന്നെ വെള്ളം കുറവ് മതി കേട്ടോ. അതുപോലെ എൻ്റെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്.
അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഇതിന് വളമായിട്ട് കൊടുത്തിരിക്കുന്നത് ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എൻ്റെ കനകാമയിലാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല. ഓൾറെഡി എൻ്റെ ഈ പോട്ട്സിലൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ടി മിക്സ്. അപ്പോൾ പിന്നെ എനിക്ക് പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പോട്ടി മിക്സ് ഒന്നും നിങ്ങൾ കാണാത്തത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക പോട്ട്സിലും ഞാൻ ഓൾറെഡി പോട്ടി മിക്സ് ഒക്കെ നിറച്ച് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു പ്ലാന്റ്സ് വാടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വേര് പിടിക്കാണ്ട് അത് നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ മണ്ണ് ഞാൻ മാറ്റുന്നില്ല. ആ പോട്ടിൽ തന്നെയാണ് ഞാൻ വേറൊരു പ്ലാന്റ് റീസെറ്റ് ചെയ്ത് വെക്കണേ കേട്ടോ. ഇൻ കേസ് എൻ്റെ ചട്ടിയൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വേറൊരു പോട്ടിലേക്ക് മണ്ണ് മാറ്റാറുള്ളൂ. അങ്ങനെ ഫസ്റ്റ് കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ കിച്ചണായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതല്ല. അങ്ങനെ പണിത് വന്നപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, കിച്ചൺ അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഓപ്പൺ കിച്ചണാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ പുറത്തങ്ങോട്ട് കൊടുത്തതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി തോന്നുന്നു ഇതുപോലത്തെ ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ശ്വാസം വിടാനൊക്കെ പറ്റുന്ന ഒരു സമാധാനം എനിക്ക് കിട്ടുന്നതെന്ന് പറയാം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കിച്ചണാണ്. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചൊരു വോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടേനെ കേട്ടോ. ഇപ്പോൾ ചെറിയ സ്പേസിലൊക്കെ ആളുകൾ വീട് വയ്ക്കുമ്പോൾ വലിയ വീട് പോലെ പുറത്തുനിന്ന് തോന്നിക്കും, പക്ഷെ അകത്ത് നോക്കുമ്പോൾ കിച്ചണൊക്കെ ചെറുതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ചെറിയ സ്പേസിലൊക്കെ വീട് വയ്ക്കുന്നവർ ഓപ്പൺ കിച്ചൺ വയ്ക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നമ്മൾ കുറേ കിച്ചൺ ഉണ്ട്, അത് ചെറിയ ചെറിയ കിച്ചണായിരിക്കും ഈ ചെറിയ സ്പേസിലൊക്കെ വീട് വയ്ക്കുന്നവർ. അങ്ങനെ കുറേ കിച്ചൺ ഉണ്ടാക്കിയതിൽ കാര്യമില്ല, നമ്മളുള്ള കിച്ചൺ നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ആർക്കൊക്കെ യോജിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പുറത്താണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ വൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് ഇവിടെ കൂടുതൽ മുഷിക്കേണ്ടതെന്ന് എഴുതി തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ വ്ളോഗൊക്കെ എടുത്ത് പോകുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടൊരു കുക്കിംഗ് വ്ളോഗ്, ആ കുക്കിംഗ് വ്ളോഗ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ എനിക്കതങ്ങനെ എടുക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ. ഞാൻ എല്ലാം കൂടി മിക്സായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നും എൻ്റെ ഗ്യാസ് അടുപ്പ് നന്നായിട്ടില്ല കേട്ടോ. എനിക്ക് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കുക്കിംഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയണമെന്നുണ്ട്. പക്ഷെ ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതിനൊക്കെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ട്. അത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണിലെ പരിപാടികൾ കഴിഞ്ഞ് ഒന്ന് നീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയിട്ട് കുറച്ച് അരിയൊക്കെ അടുപ്പത്തേക്ക് ഇടാനേ. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് കുക്കറിൽ അരി അടുപ്പത്തിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചോറ് കഴിക്കും, അതിലൊരു തരം ഞോളപ്പ് കാണില്ലേന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഈ കുക്കറിലാണ് ഞാൻ അരി അടുപ്പത്തിടുന്നത്. ഈ കുക്കറിലൊന്നല്ല, കുക്കറിൽ തന്നെയാണ് അരി അടുപ്പത്തിടുന്നത് കേട്ടോ. അത് ഒരു പ്രത്യേക രീതി, അത് ഞാൻ പിന്നീട് ഒരു വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. കുക്കറിൽ നമുക്ക് നല്ല ഫ്രഷ് ചോറ്, അതായത് നമ്മൾ കലത്തിൽ വിറകടുപ്പത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കുക്കറിലും ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനൊരു സെപ്പറേറ്റ് വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ ദേ എൻ്റെ ഒരു തുടയൊക്കെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ ഞാൻ നേരത്തെ, അതായത് കറികളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് മാത്രമാണ് വയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പൊക്കെ ഈ സിമ്പിൾ ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ, അല്ലാണ്ട് വേറെ ആരുമില്ല. നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയും വരെ പോകും എന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് മക്കളെ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.